ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നയതന്ത്ര തലത്തിൽ ശക്തമായ നടപടികളാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു എന്നുള്ളത്. എന്താണ് സിന്ധു നദീജല കരാർ? ഈ കരാർ മരവിപ്പിച്ചതിലൂടെ പാകിസ്ഥാന് നേരിടേണ്ടി വരിക എന്തെല്ലാം നമുക്ക് നോക്കാം. 1960 ലോകബാങ്കിന്റെ സഹായത്തോടെ ഇന്ത്യയും പാകിസ്ഥാനും ഒപ്പിട്ട കരാറാണ് സിന്ധു നദീജല കരാർ. ജവഹർലാൽ നെഹ്റു, അയൂബ് ഖാൻ എന്നിവരായിരുന്നു ഒപ്പുവെച്ചത്. ഈ കരാർ പ്രകാരം 3 നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും 3 നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമായിരിക്കും. കിഴക്കോട്ടൊഴുകുന്ന നദികളായ ബിയാസ്, രവി, സത്ലജ് എന്നീ നദികളുടെ നിയന്ത്രണം ഇന്ത്യക്കും അതോടൊപ്പം തന്നെ പടിഞ്ഞാറോട്ടൊഴുകുന്ന 3 നദികൾ സിന്ധു, ചെനാബ്, ചെലം നദികളുടെ നിയന്ത്രണം പാകിസ്ഥാനുമാണ്. ഈ നദികൾ ഇന്ത്യയിലൂടെ ഒഴുകിയാണ് പാകിസ്ഥാനിലെത്തുന്നത്. കരാർ പ്രകാരം ഇന്ത്യക്ക് ഇവയിലെ 20% ജലം മാത്രമാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്. ബാക്കി 80% ഉപയോഗിക്കുന്നത് പാകിസ്ഥാനാണ്. ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും ഇന്ത്യക്ക് അനുമതി ഉണ്ടായിരുന്നു. 1948 ഇന്ത്യ ഈ ഒഴുക്ക് തടഞ്ഞിരുന്നു. യുദ്ധ സാഹചര്യത്തിൽ വീണ്ടും ഇന്ത്യ ഒഴുക്ക് തടസ്സപ്പെടുത്തുമോ എന്ന പാകിസ്ഥാന്റെ ഭയത്തിൽ നിന്നുമാണ് ഈ കരാർ ഉണ്ടാകുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപ് പല തവണ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഈ കരാർ മരവിപ്പിച്ചിരുന്നില്ല. ഇത്തവണ ഇന്ത്യ തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. ഇതിലൂടെ പാകിസ്ഥാൻ അനുഭവിക്കേണ്ടി വരിക എന്തായിരിക്കും? ഈ കരാർ മരവിപ്പിക്കുമ്പോൾ പാകിസ്ഥാനിലേക്കുള്ള നീരൊഴുക്ക് ഇന്ത്യക്ക് അണകെട്ടിയും മറ്റും നിയന്ത്രിക്കാവുന്നതാണ്. ജലസേചനം, ഊർജ്ജ ഉൽപാദനം, ഭക്ഷ്യസുരക്ഷ, സാമ്പത്തിക സ്ഥിരത അങ്ങനെ വലിയ വലിയ പ്രതിസന്ധികൾക്ക് വഴിവെക്കും. ചുരുക്കത്തിൽ പാകിസ്ഥാനിൽ വരൾച്ചയായിരിക്കും ഫലം. ഇന്ത്യയുടെ തീരുമാനം ശരിക്കും അന്താരാഷ്ട്ര തലത്തിൽ ഒരുപക്ഷെ പല വിധത്തിലുള്ള നിയമ പ്രശ്നങ്ങളിലേക്കും വഴിവെച്ചേക്കാം. ഇന്ത്യ ഒരു റൈപ്പേറിയൻ സ്റ്റേറ്റ് ആണ്, അതായത് നദീ തീരത്തുള്ള രാജ്യമാണ്. അപ്പർ റൈപ്പേറിയൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടിബറ്റ് ആണ്. ഇതിപ്പോൾ ചൈനയുടെ നിയന്ത്രണത്തിലാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര തലത്തിൽ നദീതീരത്തുള്ള ചൈനയുടെ ഉൾപ്പെടെ ഒരു എതിർപ്പ് ഇതിന് വഴിവെച്ചേക്കാം. എങ്കിലും രാജ്യത്ത് ചോര വീഴ്ത്തിയവർക്ക് മാപ്പില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്.